not a game, it's a rich thing. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടെക് സ്റ്റോറി എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ആപ്പിളിൻ്റെ സ്റ്റോർ വരാൻ പോകുന്നുള്ള കാര്യം. ഇപ്പോൾ ആപ്പിൾ തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ സ്റ്റോർ വരാൻ പോവാണ് ഈ മാസം സെപ്റ്റംബർ 23. അപ്പോൾ ഓൺലൈൻ സ്റ്റോറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി മുതൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇന്ത്യയിലേക്കും അവൈലബിൾ ആവും. ഇത്ര നാൾ നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ആപ്പിൾ കഴിഞ്ഞ വർഷം ചെയ്ത 2 പ്രോമിസസ് ആയിരുന്നു നമ്മളുടെ ഇതുപോലുള്ള ഒരു സ്റ്റോർ. സിംഗപ്പൂർ ഒരു ഫിസിക്കൽ സ്റ്റോറും ഇന്ത്യയിലൊരു ഓൺലൈൻ സ്റ്റോറുമാണ് ആപ്പിൾ അന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അവർ സിംഗപ്പൂർ അങ്ങനെ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്തു. അത് ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഓവർ വാട്ടർ ഒരു സ്റ്റോറാണ് സിംഗപ്പൂർ തുടങ്ങിയിട്ടുള്ളത്. അത് വലിയൊരു സ്റ്റോർ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അത് ഈ മാസം ആദ്യത്തെ ആഴ്ചയാണ് അത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കാര്യമായിരുന്നു ഓൺലൈൻ സ്റ്റോർ ഇന്ത്യയിൽ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 23 മുതൽ നമുക്ക് apple.com എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് അവരുടെ പ്രോഡക്റ്റ്സ് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്കിപ്പോൾ ഈ ഓൺലൈൻ സ്റ്റോർ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സാധാരണ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ സർവീസസ് കിട്ടുന്നുള്ളത് അവർ ജസ്റ്റ് ബ്രീഫായിട്ട് വെബ്സൈറ്റിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കറിയാം, ആപ്പിളിൻ്റെ അസിസ്റ്റൻസ് ആപ്പിൾ പ്രോഡക്ട്സിന് അവർ നൽകുന്ന ഒരു കസ്റ്റമറിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആപ്പിൾ സ്പെഷ്യലിസ്റ്റുമായിട്ട് നമുക്ക് സംസാരിച്ച് ഏത് പ്രോഡക്റ്റ്സ് വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് വെച്ച് എന്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സ്പെഷ്യലിസ്റ്റായിട്ട് സംസാരിക്കാം. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് നോ കോണ്ടാക്ട് ഡെലിവറി ഫോർ ഫ്രീ എന്ന് പറയുന്നുണ്ട്. നമുക്ക് സാധാരണ ഓൺലൈൻ പർച്ചേസുകളൊക്കെ ചെയ്യുമ്പോൾ അറിയാം, നമുക്ക് കൊറിയർ വഴി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ അതുപോലുള്ള നമുക്ക് ഫ്രീ ഡെലിവറിയാണ് ഇവർ പറയുന്നത്. ഫ്രീ ഡെലിവറി പക്ഷേ എത്രത്തോളം സാധ്യമാണെന്നുള്ളത് അറിയില്ല. കാരണം ഇപ്പോൾ കൊറിയർ ഏജൻസികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കൊറിയർ ചാർജ് നമ്മളുടെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. പിന്നെ അടുത്തായിട്ട് പറയുന്ന പേയ്മെൻറ്റ് കാര്യമാണ്. പേയ്മെൻറ്റ് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ വെബ്സൈറ്റിൽ കണ്ടിരുന്ന ഡോളർ വാല്യൂ ആണ്. ഇപ്പോൾ ഇനി അതിൻ്റെ കൺവേർട്ടഡ് വാല്യൂ ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പീസ് അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ പേയ്മെൻറ്റ് നമുക്ക് ഇന്ത്യൻ പേയ്മെൻറ്റ്സ് ആയ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, പേയ്മെൻറ്റ്, റുപ്പേ, ഓക്കെ, ഈ എല്ലാ വഴിയും. അതുകൂടാതെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് EMI ഫെസിലിറ്റി കൂടി അവൈലബിൾ ആയിരിക്കുന്നതാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാവിധം നമ്മൾ സാധാരണ ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങാം. പിന്നെ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഏത് സ്മാർട്ട് ഫോണും നമുക്ക് എക്സ്ചേഞ്ച് പോലെ തന്നെ, എക്സ്ചേഞ്ചിന് പകരം ആപ്പിളിൽ പറയുന്ന ട്രേഡിംഗ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതായത് അവർ നമ്മളുടെ ഫോൺ നമ്മളുടെ സീരിയൽ നമ്പറും ഇയർ ഓഫ് പർച്ചേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഫോണിനൊരു വിലയിടും. നമ്മൾ ഏത് സ്മാർട്ട് ഫോണാണെങ്കിലും ഏത് ഫോണാണെങ്കിലും അപ്പോൾ ആ ഒരു വില അവർ കുറച്ചതിന് ശേഷം, അത് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് എമൗണ്ട് മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ഫോൺ നമുക്ക് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ സെൻഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കങ്ങനെ നമ്മളുടെ ഏത് ഫോൺ കൊടുത്തും നമുക്ക് പുതിയ ഐഫോൺ വാങ്ങാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് പറയുന്നത് മാക്ബുക്കിൻ്റെ കാര്യമാണ്. മാക്ബുക്കിൻ്റെ കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ മാക്ബുക്കൊക്കെ ഒരു സ്പെക്ക് ഉണ്ടായിരിക്കും. ആ സ്പെക്ക് വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോസസ്സറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹാർഡ് ഡിസ്ക്, റാം കാര്യങ്ങളൊക്കെ നമ്മളുടെ ചൂസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ സാധിക്കും. പിന്നെ പറയുന്നത്, നമുക്ക് ഒരു ഫ്രീ സെഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് ആപ്പിൾ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാലും അവരുടെ ഒരു ഫ്രീ സെഷൻ അവൈലബിൾ ആയിരിക്കും. മേ ബി നമുക്ക് ആ പ്രോഡക്ട്സിനെ കുറിച്ച് അവർ ഡിസ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ആ പ്രോഡക്ട്സിന് എന്തൊക്കെയാണ് അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഡിസ്കഷന് വേണ്ടിയിട്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ആകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അധികം അറിയില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കോൺടാക്ട് ചെയ്ത് നമുക്ക് അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ അതുപോലെയുള്ളത് കവറേജ് പറയുമ്പോൾ നമുക്കറിയാം വാറണ്ടി പീരീഡ്. ഈ വാറണ്ടി ആപ്പിൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി ആയിട്ട് 2 years പറയുന്നുണ്ട്. 2 years പറയുന്നത് ടെക്നിക്കൽ വാറണ്ടിയാണ്, ടെക്നിക്കൽ സപ്പോർട്ടാണ്. ടെക്നിക്കൽ വാറണ്ടി അല്ല, ടെക്നിക്കൽ സപ്പോർട്ടാണ് 2 years പറയുന്നത്. അതുകൂടാതെ ആക്സിഡൻ്റൽ ഡാമേജ് കവറേജും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻ്റൽ ഡാമേജ് കവറേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ താഴെയായിട്ട് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് എന്തായാലും നിങ്ങൾ ഫസ്റ്റായിട്ട് വായിച്ചു പോകുക. കാരണം ആ കണ്ടീഷൻസിൽ പറയുന്നുണ്ട് നമ്മൾ ആപ്പിൾ ഫോണുകൾ
മോഷണം പോയാലോ അതല്ലെങ്കിൽ നമ്മൾ അത് നഷ്ടപ്പെട്ടു പോയാലൊന്നും ആപ്പിൾ യാതൊരു വിധത്തിലുള്ള വാറണ്ടി മറ്റു കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടീഷൻസ് എന്തായാലും ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ആ ഓപ്ഷൻസിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ആപ്പിളിൻ്റെ സപ്പോർട്ട്. നമുക്കിപ്പോൾ ഇവിടെ ആയാലും നമ്മളെ വെബ്സൈറ്റിൽ കയറി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടും നമുക്ക് ചാറ്റ് സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും, നമുക്ക് കോൾ സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതും നമുക്ക് ഈ ഓൺലൈൻ സ്റ്റോർ വഴി നമുക്ക് അവൈലബിൾ ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു ഓൺലൈൻ സ്റ്റോർ കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ വിചാരിക്കാം. കാരണം നമ്മൾ ഇത്ര നാളും കണ്ടിരുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴിയുള്ള ആപ്പിളിൻ്റെ പർച്ചേസാണ്. അതുപോലെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്ത് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിനേക്കാളും കുറവ് റേറ്റിലാണ് അവർ വെബ്സൈറ്റിൽ നമുക്ക് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആവുക. അപ്പോൾ ആ സെയിം കോസ്റ്റിന് ഇനി മുതൽ ഇന്ത്യയിലും നമുക്കത് അവൈലബിൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് നമ്മളുടെ iPhone 12 ആണ്. അത് അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും നമുക്കറിയാം, മിക്കവാറും നമുക്ക് ഒക്ടോബറിൽ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് iPhone 12. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഇപ്പോൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ iPad Air ആയാലും iWatch ആയാലും ന്യൂ iWatch 6 ആയാലും ഒക്കെ നമുക്കിനി ഓൺലൈൻ സ്റ്റോറിൽ ഇന്ത്യയിലും അവൈലബിൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 23 കഴിഞ്ഞ് നമുക്കത് അവൈലബിൾ ആവും. എല്ലാവരും ട്രൈ ചെയ്യുക. പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അതുപോലെ എന്തൊക്കെയാണ് അതിനുള്ള ഫോർമാലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 23 കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി ആപ്പിൾ തന്നെ ഒഫീഷ്യലി ഒരു ഇവൻ്റ് പോലെ അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂസുകളിലും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതും അങ്ങനെ തന്നെ 23 ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മൾ ഈ ഒരു ചാനൽ വാച്ച് ചെയ്തൊരു ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തവർക്ക് താങ്ക്സ്. നമ്മുടെ ചാനലായ ടെക് സ്റ്റോറീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.